ഹായ് ഫ്രണ്ട്സ്, മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും മലബാർ ലൈഫ് ടീമിൻ്റെയും തിരുവോണാശംസകൾ. ഇന്ന് നമ്മൾ കാർപ്പ് ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ്. ആശാനും ഷബീർ ഭായും ജോയലും അഖിലും വിഷ്ണു ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കാർപ്പ് ഫീഡ് എന്ന് പറഞ്ഞാൽ ആനപ്പാറ രാജചേട്ടൻ അയച്ചു തന്ന ഫീഡാണ്. നല്ല റിസൾട്ടുള്ള ഒരു ഫീഡാണ്. രാവിലെ 5:30 കൂടിയിട്ട് എല്ലാവരും കളത്തിലെത്തിയിട്ടുണ്ട്. ഇത് രാവിലെ ആയതുകൊണ്ട് ഫീഡ് മിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും ഫുൾ ഡേ ഫിഷിംഗ് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 7:30 കൂടിയിട്ട് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. വിഷ്ണുവിനാണ് മീൻ അടിച്ചിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി കളിച്ചേറ്റിക്ക രണ്ട് മൂന്ന് നോക്കുന്നുണ്ട്. അധികം വെച്ചാൽ ഓവറാക്കിയിട്ടില്ല. അതെയോ കറക്കുണ്ടോ? എനിക്ക് പാല് മതി. പാലോ? അടുക്കഷ്ണം കറിക്കഷ്ണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീൻ കയറിയിരിക്കുകയാണ്. വിഷ്ണുവിനാണ് മീൻ കയറിയത്, അഖിലാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കൂടി കാണാം. കുറച്ച് സമയത്തിന് ശേഷം അങ്ങനെ രണ്ടാമത്തെ മീനും അടിച്ചിരിക്കുകയാണ്. അതും വിഷ്ണുവിന് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ചെറുതായാലും കുഴപ്പമില്ല, കയറട്ടെ, സാധനം കയറട്ടെ. ഇന്നത്തെ പോലെ ഒരു സംഭവം കയറുകയാണെങ്കിൽ അധികം ഫോഴ്സ് കൊടുക്കരുതേ. മുകളിലാണ് ഹുക്ക് അയക്കുന്നത്. അതത്ര ശരിക്കുള്ള നല്ല ഹുക്കല്ല, ഓവർ ഫോഴ്സ് കൊടുക്കരുതേ. ശരിക്കും ഹുക്കായിട്ടില്ല തോന്നുന്നത്, ഒരു സൈഡ് ഹുക്കായിട്ടേ ഇതേ കയറ്റാൻ നോക്കല്ലേ, അതേ ഓടിക്കല്ലേ. തളന്നോടെ തളഞ്ഞിട്ട് ഇത് അധികം തളഞ്ഞിട്ടില്ലെങ്കിൽ ഒറ്റ അടിക്ക് പറഞ്ഞു പൊക്കല്ല വെള്ളം തമ്മിലുള്ള പൊക്കല്ല. ശരിക്കും പോപ്പപ്പ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വിഷ്ണു, പോപ്പപ്പ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീനും കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നൗഷാക്കയും ഷബീർ ഭായി എത്തിയിട്ടുണ്ട്. ആശാൻ എത്തിയ ഉടനെ തന്നെ മൂന്നാമത്തെ മീനും അടിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം വിഷ്ണു തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ചെറുതാ മീന്, ചെറുതാ. അങ്ങോട്ട് ഓടി ലൈൻ്റെ മുകളിൽ കൂടെ പോണേ, മുകളിൽ കൂടെ പോണേ. നീ പൊക്കോ മുകളിൽ കൂടെ, അടി കൂടെ. ആ ലൂസ് പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ മിസൈൽ പോലെ വിട്ടോന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടായിരുന്നു. നല്ല ദൂരം പോയാൽ അത്ര അടിക്കാൻ ഞാൻ എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടുന്ന് കളിക്കുന്നത്. എന്നിട്ട് ആ കയറി വരുന്ന മീനായി അല്ല, അതങ്ങനെ കയറും. അങ്ങോട്ട് വലിക്കുന്നുണ്ടല്ലേ, കണ്ടമാനം ഓടുന്നുണ്ടല്ലേ. ഇതിപ്പം നമ്മൾ അങ്ങോട്ട് ഓടിക്കേണ്ടി വരുമല്ലോ. ഡ്രാഗ് വെയിറ്റ് ഇട്ട് ഓടിച്ചാലേ കാര്യമുള്ളൂ കേട്ടോ.
ഇല്ല അത് പറയല മറ്റേ ഇല്ല കിട്ടില്ല പറഞ്ഞു പോകും. ശരി കെട്ടി കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ. അത് ആദ്യത്തെ സൈസ് ഉണ്ട്. അതും വളരെ മുകളിലാണ്. ഓടും അത് ഇനിയും ഓടും. എടാ വിഷ്ണു, അത് ഫൗൾ ഹൂക്ക് ആണോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. കണ്ടമാനം ഓടിക്കുകയും ചെയ്യണ്ട. റോഡിൻ്റെ അടി കൂടെ അങ്ങ് പോകും. വിട്ടോ സൈസ് ഉണ്ട്. അതാണ് ഓവർ സ്പീഡ് വേണ്ട. പയ്യെ തളന്ന് അടുപ്പിക്ക് അല്ലാണ്ട് അടിച്ച് അടിച്ചു പറിക്കല. ജോയിൽ ആരാന്ന് കയറ്റി ഓടുവേ. തല കയറ്റി വെക്ക്. അങ്ങോട്ട് തല കയറ്റി അടിച്ചു കഴിഞ്ഞാൽ പോവും. വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാ. അങ്ങോട്ടൊക്കെ കയറിയിൽ ഏറ്റവും വലുതാട്ടോ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻ ഇന്ന് കയറിയിരിക്കുകയാണ്. നൗഷാക്കയും ഷബീർ ഭായി ഉണ്ട് കൂടെ. വിഷ്ണു ഇത് കഴിഞ്ഞതോടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഉച്ചകഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. എടുത്തിട്ടുണ്ട്. വിഷ്ണു ഒരു മീനുണ്ടായിരുന്നു. അങ്ങനെ നാലാമതായിട്ട് എൻ്റെ ചൂണ്ടയിൽ ഒരു ചെറിയ മീൻ അടിച്ചിരിക്കുകയാണ്. ഒരു തിലോപ്പിയാണ് അടിച്ച് കിട്ടിയിരിക്കുന്നത്. അതിനിടയിൽ ചൂണ്ടയൊന്നും ഉടക്കിപ്പോയി. അതൊക്കെ നമ്മൾ വലിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചൂണ്ടയിൽ നാലാമത്തെ കാർപ്പ് അടിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഉച്ചയായതുകൊണ്ട് അഖിലും ജോയലൊക്കെ ഊണ് കഴിക്കാൻ പോയിരുന്നു. ഞാനും നൗഷാക്കയും ഷബീർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്പോട്ടിൽ. ഷബീറാണ് ലാൻഡ് ചെയ്ത മീനിനെ. ഓടിക്കളഞ്ഞു. തളർന്നിട്ടില്ല കേട്ടോ. ഓഫായല്ലോ ദീപു. ഓഫായി പോയല്ലോ ദീപു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചൂണ്ടയിൽ തന്നെ അഞ്ചാമത്തെ കാർപ്പ് അടിച്ചിരിക്കുകയാണ്. ഷബീർ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. ഷബീർ അത് ക്യാമറ വാങ്ങി എൻ്റെ കയ്യിൽ നിന്ന്. നല്ല ഓടിക്കേ. ഇവിടെ കയറ്റി വെക്കാം.
അടിക്കരുത്, തൊട്ടരുത്. കയറ്റി കയറ്റി കയറ്റി. ഇത് ടോട്ടൽ ഫൗൾ ഹുക്കായിട്ടാണ് മീൻ അടിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഓടിയത്. ശരി, നല്ല ഇതുണ്ടോ, മൂക്കിക്കൂടെയാണ് ഹുക്കായത്, മറ്റേത് ചെറിയനും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള ഫുഡ് വന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മീൻ അടിച്ചു, 6ാമത്തെ മീൻ. എപ്പം വായുന്നില്ല, എപ്പം വരുന്നുണ്ട്. ഇതുവരെ ഓടിയാ ഇത് ഹുക്കായത് കോൺ പോപ്പപ്പ്, അതായത് ചോളത്തിൻ്റെ ആകൃതിയിലുള്ള പോപ്പപ്പ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. രാജിച്ചേട്ടൻ്റെ ഫീഡ് എന്തായാലും അടിപൊളിയാണ്. 6ാമത്തെ മീനിനെയാണ് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തത്. നമുക്ക് വീണ്ടും അത് തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടെണ്ണം പൊട്ടി തെറിച്ച് വീണാണ്. വെയില് നോക്കിയില്ലായിരുന്നു. വെയില് വീണു. ഒറ്റ കുഴപ്പം മീന. കാണാനൊരു രസമാണ് അല്ലേ? കൊഴുപ്പ് മീന. ഒരേ വലിപ്പം. അങ്ങനെ നമ്മുടെ 7ാമത്തെ മീനൊന്ന് അടിച്ചിട്ടുണ്ട്. എൻ്റെ ചൂണ്ട തന്നെയാണ് അടിച്ചത്. അകിലാണ് എടുത്തിരിക്കുന്നത്. അതിന് അടുത്തിട്ടിരുന്ന ചൂണ്ടയായിട്ട് തമ്മിൽ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ വലിച്ച് കയറ്റാം. ചെറിയൊരു മീനാണ്. അങ്ങോട്ട് പോ, നീ അങ്ങോട്ട് പോ. അങ്ങോട്ട് പോയാൽ 3 അതിലെന്തോന്ന് അടിക്കുന്നുണ്ട്. രണ്ടിലും കൂടി അങ്ങ് ഒരുമിച്ച് കളിച്ചോ. ഏതിലാ സംഗതി അടിച്ചേ? നീ മുന്നോട്ട് വിടും. കുഞ്ഞാണല്ലോ, കുഞ്ഞാണല്ലോ. വലിച്ചിങ്ങട് മാറിക്കോ മാറിക്കോ മാറിക്കോ. രണ്ടും കൂടി കുടുങ്ങിക്കില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഉണ്ടീന്ന്. പിന്നീട് മീനൊന്നും അടിച്ചില്ല. ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ ലൈഫ്.